എത്ര പറഞ്ഞാൽ ഇതൊന്നും മാറത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. ആരെങ്കിലും കണ്ണിച്ചോരുള്ളവർ കണ്ട് തരുന്നുണ്ടെങ്കിൽ അല്ലെ ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരും എല്ലാം കണ്ട് നല്ല പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, റീസെൻ്റ് ആയിട്ട് എന്താ പറയുന്നത്, കായംകുളത്തിൻ്റെ ഇപ്പം ഒരു പോസ്റ്റ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. 45-50 കോഴിയെയും 4-5 ആടിനെയും തെരുവ് നായ്ക്കൾ ക്രൂരമായിട്ട് കൊന്നിട്ട് അതിൻ്റെ വീട്ടുകാരുടെ അവസ്ഥ, പാവപ്പെട്ട വീട്ടുകാരാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് അത് മൊത്തം തടഞ്ഞ് അവരുടെ 19,000 രൂപ പോയി. അല്ലാതെ ഇപ്പം എന്തുവാ. പണ്ട് നമ്മുടെ ഒരു കൊച്ചിനെ എങ്ങാണ്ട്, ഒരു കുഞ്ഞിനെ കഷ്ടം, അതിനെ ക്രൂരമായിട്ട് കടിച്ചിങ്ങനെ പരിക്കേൽപ്പിക്കുകയും കടിച്ച് കൊന്നിട്ട് വരെ ഉണ്ട് ആൾക്കാർ, ഈ തെരുവ് നായ്ക്കൾ. എന്നിട്ട് പോലും ഒന്നും ചെയ്യാത്തവർ ഇനിയും ഒന്നും ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒന്ന് ആലോചിക്കുക, എന്ത് ഗുണമുണ്ട് ഇതുങ്ങളെ കൊണ്ട്. കാരണം ഞാൻ മൃഗസ്നേഹിക്കാത്ത ഒരാളെന്നല്ല, ഞങ്ങളുടെ അങ്ങ് പട്ടിയുണ്ട്, പശുവുണ്ട്, കോഴി എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളുടെ അങ്ങനത്തേനൊക്കെ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് വാക്സിൻ എടുത്തും അതുപോലൊക്കെ കെയർ ചെയ്ത് ബാക്കിയുള്ളവർക്ക് ദ്രോഹം ഉണ്ടാക്കാത്ത രീതിയിൽ വളർത്തുന്നതാണ്. കുറേ എണ്ണങ്ങൾ പട്ടിയെ മേടിക്കും, അപ്പുറത്തെ പ്രാന്തിന് പട്ടിയെ മേടിക്കും, കുറച്ച് നാൾ കഴിയുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും, അടിച്ച് റോഡിലോട്ട് വിടും, അങ്ങനെ കൂടുതലും പെരുകും. പിന്നെ കുറേ നാട്ടിൽ കുറേ തെരുവട്ടികളും ഉണ്ട്, എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും റെഡിയാവും. ഇപ്പം ഈ പശുവിനെയും കോഴിയെയും കൊന്നത് അവർക്ക് വീട്ടുകാർക്ക് മാത്രമേ നാശം ഉണ്ടായുള്ളൂ. ഇനിയും ഇതെല്ലാം ഇങ്ങനെ തന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും കുഞ്ഞുങ്ങളെ, ഇപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ തന്നെ ആയിരിക്കും ചിലപ്പോൾ പട്ടിയും പൂച്ചയൊക്കെ കടിച്ച് കീറിക്കൊല്ലുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ നേരത്തെ വന്ന് പറഞ്ഞതാണ്, ഞങ്ങൾക്ക് നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ അങ്ങനത്തെ നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കുറേ ചേട്ടന്മാർ എനിക്കിപ്പോൾ അറിയാം, നീ മൃഗസ്നേഹി ഇല്ലൂടെ, നിനക്ക് എന്തുവാണ്, നീ കണ്ണിച്ചോര ഇല്ലൂടെ എന്നൊക്കെ ചോദിച്ചു വരുമായിരിക്കും. ചേട്ടാ കണ്ണിച്ചോര ഇച്ചിരി കുറവാണ്, മറ്റൊന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് ഇത്ര ഇതാണെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാവരെയും അല്ല, കുറച്ച് ശതമാനം ആൾക്കാർ ഇങ്ങനെ വരും. നിനക്ക് എന്ത് അർഹതയുണ്ട് തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി സംരക്ഷിച്ചു. ബാക്കിയുള്ളവർക്ക് ദ്രോഹമാവാത്ത രീതി ബാക്കിയുള്ളവർക്ക് ദ്രോഹം വരാത്ത രീതി ചെയ്യും. നാട്ടുകാർക്ക് മൊത്തം നാശം. കൊച്ചു പിള്ളേരൊക്കെ സ്കൂളിൽ കൂടെ നടന്നു ഇതുങ്ങളെ കടിക്കത്തില്ലെന്ന് എന്തോ ഉറപ്പ്. സൈക്കിളിൽ കൂടെ ഏറ്റവും കൂടുതൽ ഇപ്പം നടന്നു പോകുന്നില്ല, സൈക്കിളിൽ കൂടെ സൈക്കിളിൽ വന്ന് എന്തുമാത്രം പിള്ളേരെ കടിക്കുന്നു, എന്തുമാത്രം കേസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ട് ചെയ്തതിൻ്റെ 10 ഇരട്ടിയായിരിക്കും റിപ്പോർട്ട് ചെയ്യാത്തത്. ഹോസ്പിറ്റലിലൊക്കെ പോയി നിൽക്കണം, കൊച്ചു പിള്ളേരൊക്കെ കടിച്ചിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്നത്. കഷ്ടം അത്. അവസ്ഥയാണ്. എന്താ പറയുക, ഇത് എന്തൊക്കെ പറഞ്ഞാലും കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി പട്ടിയെ കൊന്നു കഴിഞ്ഞാൽ അതും ഇനി വള്ളിയാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അധികാരികൾ ആരെങ്കിലും കണ്ണിച്ചോരമുള്ളവർ കാണുക, നാളെ നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പോൾ ഈ അവസ്ഥ വരുമായിരിക്കും, മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ. അതിന് എന്തെങ്കിലും ഒരു നിയമം എടുക്കുക, ഒരു നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അവസ്ഥയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് പറ്റി അധികാരികളായാലും കാണുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിച്ചോര ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ചെയ്യുക അവർക്ക് വേണ്ടിയിട്ട്.